എല്ലാവർക്കും നമസ്കാരം. ചങ്ങനാശ്ശേരിക്കാരൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ പ്ലാൻ രാവിലെ വെളുപ്പിനെ എണീറ്റിട്ട് കുടജാദ്രി പോയിട്ട് തിരിച്ചു വന്നിട്ട് മൂകാംബികയ്ക്ക് കയറണം എന്നുള്ളതായിരുന്നു. പക്ഷേ എണീറ്റ് താമസിച്ചു പോയി. അത് കാരണം കുളിച്ച് റെഡിയായി മൂകാംബികയിൽ വന്നു, അമ്പലത്തിൽ കയറി തൊഴുതു. എന്താ പറയുക, മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് കുടജാദ്രി പോകാമെന്ന് വിചാരിക്കും. ഒരു 1.5 മണിക്കൂറോളം അകത്ത് തന്നെ ഉണ്ടായിരുന്നു. അതിനിടയ്ക്കൊരു കന്നഡികാസിൻ്റെ ഒരു കല്യാണമൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ആ ഒരു ട്രഡീഷണലായിട്ടുള്ള ആ ഒരു ഡ്രസ്സിങ്ങും എന്താ പറയുക, ആ കല്യാണ ചെറുക്കൻ്റെ ആ തലയിലുള്ള ഒരു തലപ്പാവ് പോലത്തെ സംഭവം അതെല്ലാം കണ്ടു. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള പൂജകളും മന്ത്രോച്ചാരണങ്ങളും അതൊക്കെ ഒരു എന്താ പറയുക, നമ്മുടെ മൈൻഡൊക്കെ റീഫ്രഷ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു പോസിറ്റീവ്നെസ് ഉള്ള ഒരു അറ്റ്മോസ്ഫിയറാണ്. സിനിമ നടന്നാണ്ടോ, സെലിബ്രിറ്റിയാണ്. സമയം ഏകദേശം 2:30 ഞങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്കിന് കുടജാദ്രിയിലോട്ട് പോകണം എന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ബൈക്കിലാണ് പോകുന്നത്. അപ്പം വഴി വെച്ച് കാണാം. അതായത് കുടജാദ്രിക്ക് ട്രെക്ക് ചെയ്യുന്നതിൻ്റെ ചെക്ക് പോസ്റ്റ് വരെ എത്തി. 4 മണി വരെ ഉള്ളൂ ഈ ഗേറ്റ്. 4 മണിക്ക് മുമ്പ് നമ്മൾ ഇവിടെ വരണം, അകത്തോട്ട് കയറി പോകാം. വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ബൈക്ക് അലൗഡല്ല. മുകളിലോട്ട് ബൈക്ക് കയറി പോകാനായിട്ട് അവർ അലൗഡല്ല. കാരണം വഴി അത്രയും മോശമാണ്, അതുകൊണ്ടായിരിക്കാം. ഞങ്ങൾക്ക് ഒരു പ്രശ്നം പറ്റിയെന്നു വെച്ചാൽ ഞങ്ങൾ ചോദിച്ചവരാരും ഞങ്ങളോട് കൃത്യമായിട്ടുള്ള ഒരു മറുപടി തന്നില്ല. നമുക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല, എന്താ എങ്ങനെയാണെന്നുള്ള കാര്യം നമുക്കും അറിയത്തില്ല. ചിലർ പറയുന്നു ബൈക്ക് അങ്ങ് വരെ കയറി പോകും, ചിലർ പറയുന്നു ബൈക്ക് ബത്തിൽ കയറ്റി വിടത്തില്ല. പല വർത്തമാനങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനെ കറക്റ്റായിട്ടുള്ള ഒന്നും അറിയത്തില്ലായിരുന്നു. നടക്കാൻ 5 കിലോമീറ്റർ ഉണ്ട്, ട്രക്ക് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ ചെക്ക് പോസ്റ്റിലെത്തി. ഇവർ പറഞ്ഞു ബൈക്ക് അലൗഡല്ല. ശരി, ഞങ്ങൾ ബൈക്ക് സൈഡിൽ പാർക്ക് ചെയ്തു. ടിക്കറ്റ് ഒരാൾക്ക് 25 രൂപയാണ്. ഇപ്പോൾ ഏകദേശം 3:45.
അപ്പോൾ ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ മേളിലോട്ട് നടക്കാനുണ്ട്. 9 കിലോമീറ്റർ നടക്കണമെന്നുണ്ടെങ്കിൽ ഒരു മിനിമം ഒരു 3 മണിക്കൂർ കുറഞ്ഞെടുക്കും. ഈ 3 മണിക്കൂർ കൊണ്ട് ഈ 9 കിലോമീറ്റർ നടന്ന് എത്തി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇപ്പം 3:45 4 മണിയോളമായി. അപ്പോൾ നമ്മൾ 3 മണിക്കൂർ കൊണ്ട് അങ്ങ് നിന്നിട്ട് പിന്നെ വീണ്ടും 3 മണിക്കൂർ തിരിച്ച് താഴോട്ട് നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ മേളിൽ ചെന്നതിന് അർത്ഥം ഒന്നും ഇല്ലാതായിപ്പോകും. വെറുതെ അവിടം വരെ പോയിട്ട് വെറുതെ തിരിച്ചു വരേണ്ട ആ ഒരു സാഹചര്യം വരും. അപ്പം ഞങ്ങളിപ്പം എന്താ വിചാരിക്കുന്നത് വെച്ചാൽ നേരെ തിരിച്ചു പോയിട്ട് നാളെ രാവിലെ വീണ്ടും മുന്നോട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത്. റേഷൻ കെട്ടി ഇവിടം വരെ വന്നു, ഇനി നേരെ തിരിച്ചു പോവുക, അതേ രക്ഷയുള്ളൂ അല്ലേ? പോവാ. ഇത് അമ്പലത്തിൽ നിന്ന് വരില്ല, മൂകാംബിക. എவ்வளோ റേറ്റ്? ഒരാൾ 350 രൂപ. 350. കാലിലെ എടുക്കാം. കാലിലെ എത്ര മണി വരെ സ്റ്റാർട്ട് ആവും? 6 മണിയാണ്. ഒരാൾക്ക് വന്ന് 350. 350. അപ്പോൾ അതുതന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിവിടെ നേരെ വണ്ടി എടുത്ത് തിരിച്ചു വിടുകയാണ്. തിരിച്ചു വിട്ടിട്ട് ഇപ്പം മറ്റേ ജീപ്പുകാരനോട് ചോദിച്ചപ്പോഴത്തേനും പുള്ളി പറഞ്ഞു വേറെ ഹെഡ് 350, രാവിലെ 6 മണിയാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നോക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഇനിയും മൂകാംബികയിൽ വന്നിട്ട് കുടജാദ്രി വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർ കഴിവതും രാവിലെ വരാനായിട്ട് ശ്രമിക്കാം. ബൈക്കുകളിലൊക്കെ വരാനാണെങ്കിൽ തന്നെ രാവിലെ തന്നെ വരിക. ജീപ്പൊക്കെ ആണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അവർ നമ്മളെ തിരിച്ചവിടെ കൊണ്ട് എടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി വിടുമെന്നെങ്കിലും വിചാരിക്കാം. നമുക്ക് വലിയ റിസ്ക്കും കാര്യങ്ങളൊന്നും ഇല്ല. വൈകിട്ടത്തെ അന്നദാനമൊക്കെ കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ഈ ഒരു അമ്പലത്തിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുകയാണ്. വേറെ പ്രത്യേകിച്ച് അജണ്ടയൊന്നുമില്ല. അമ്പലത്തിൻ്റെ ആ ഒരു ഗേറ്റിനകത്താണ് ഈ മഹാലക്ഷ്മി റെസിഡൻസി എന്ന് പറയുന്ന ഹോട്ടൽ. നല്ല സ്റ്റാൻഡേർഡ് ഹോട്ടലാണ്. അപ്പം ഫാമിലിയായിട്ടൊക്കെ ഒന്ന് താമസിക്കുമ്പോഴത്തേക്കിന് ഇതുപോലുള്ള ഹോട്ടലുകളിലൊക്കെ ഇവിടെ അവൈലബിളാണ്. പിന്നെ റൂം റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക 1500 മേലോട്ടൊക്കെ ആയിരിക്കും. അപ്പം അതുപോലെ തന്നെ 200 രൂപ മുതൽ 250 രൂപ മുതൽ ഏകദേശം ഈ ഒരു റേഞ്ചിലുള്ള സ്റ്റേയും കാര്യങ്ങളും വരെ നമുക്കിവിടെ ലഭ്യമാണ്. ഓഫ് സീസൺ ആയതുകൊണ്ടാണ് 250 മുതൽ ഒക്കെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുന്നത്. അല്ലാത്ത സീസൺ ടൈമിലൊക്കെ ആകുമ്പോഴത്തേന് റേറ്റ് ഇനിയും കൂടാൻ സാധ്യതയുണ്ട്. കുടജാദ്രിയിലോട്ട് പോകാനായിട്ട് ശരിക്കും 2 വഴിയുണ്ട്. ഒരു വഴി എന്ന് പറഞ്ഞാൽ കാരക്കാട്ട് വഴി ഉള്ള വഴിയുണ്ട്, വേറൊരു വഴി ഈ നെട്ടൂർ വഴി ഒരു വഴിയുണ്ട്. അപ്പോൾ ഈ ജീപ്പൊക്കെ പോകുന്ന നെട്ടൂർ വഴിയുള്ള വഴിയിലാണ്. അപ്പോൾ ആ റൂട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ ആ റൂട്ടിലാണ് ഇന്ന് പോയത്. ഏകദേശം ഒരു 40 കിലോമീറ്റർ വൺ സൈഡുണ്ട്. ജീപ്പിലാണെന്നുണ്ടെങ്കിൽ മൂകാംബിക ടെമ്പിളിൻ്റെ വാതിക്കേന്ന് ജീപ്പുണ്ട്. അവിടുന്ന് എത്ര ഒരാൾക്ക് 350 375ഒക്കെയാണ് അവർ റേറ്റ് പറയുന്നത് ഒരാൾക്ക്. അപ്പോൾ അവരിവിടുന്ന് നേരെ ടോപ്പിൽ കൊണ്ടുവിടും. എന്നിട്ട് അവിടെ നിന്ന് അവിടെ വെയിറ്റിംഗ് 1 മണിക്കൂറുണ്ട്. അവരവിടെ വെയിറ്റ് ചെയ്യും. പിന്നെ 1 മണിക്കൂർ ആ ഒരു സമയം കൊണ്ട് നമ്മൾ അവിടെ എല്ലാം കണ്ട് ജീപ്പിനടുത്ത് വരണം. പിന്നെ ജീപ്പ് നമ്മളെ തിരിച്ചെടുത്തുകൊണ്ട് വിടും. അങ്ങനെയാണ് ജീപ്പിൻ്റെ പരിപാടി. ഞങ്ങൾ വേറൊരു ചേട്ടനോട് കാര്യമൊക്കെ തിരക്കിയായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞത് കാരക്കാട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് അവിടെ നിന്ന് നടന്നു പോകുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ കാരക്കാട്ടെന്ന് പറഞ്ഞ സ്ഥലത്ത് വണ്ടി വെച്ചിട്ട് പോകുന്നത് ഏകദേശം ഒരു 10-15 കിലോമീറ്ററേ ഉള്ളൂ ഇവിടുന്ന്. എന്നിട്ട് അവിടുന്ന് ട്രക്ക് ചെയ്താണ് മേലോട്ട് കയറി ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഇതുവരെ കണ്ടു എന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനോടൊന്ന് എനേബിൾ ചെയ്യുക.